ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനും എല്ലാറ്റിനും പറ്റും. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ പെർഫെക്റ്റ് ജീര റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അധികം കുഴഞ്ഞു പോവാതെ ഓരോ വറ്റുകളും ഒന്നിലൊന്നിലും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നമുക്ക് ഈ പെർഫെക്റ്റ് റൈസ് എങ്ങനെയാണ് ഈ ജീര റൈസ് ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ഇതാ ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ വാട്ടർ ആവണ വരെ നന്നായി കഴുകിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട് കുക്കറിലേക്ക്. ഇതിലേക്ക് 2 ചെറിയ ബേ ലീഫ്, 1 ഇഞ്ച് പട്ട, 2-3 ഗ്രാമ്പു, പിന്നെ ജീര റൈസ് ആണല്ലോ, അപ്പോൾ ജീരകമാണ് 1 ടീസ്പൂണ് ഇടുന്നത്. നല്ലോണം 1 ടീസ്പൂണ് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം പച്ചമുളക് കൊത്തി അരിഞ്ഞത്, നമ്മൾ 15 മിനിറ്റിന് ശേഷം ഊറ്റി വെച്ച ബസ്മതി റൈസ്, ഈ റൈസ് ഈ നെയ്യിലൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാണ് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തുള്ളൂ. എന്നുവെച്ചാൽ അധികം മസാലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാതെ പുലാവ്, ബിരിയാണി അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഈ ജീര റൈസ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. അത് ചിലവർ പറയലുണ്ട് ജീര റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. കപ്പിൽ ആണ് 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്നുണ്ട് 1 കപ്പ്, 1/2 കപ്പും കൂടി, 1/2 കപ്പും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ റൈസിന് വേണ്ട ഉപ്പ് അതും കൂടി ഇടാം. ഇതൊന്ന് നന്നായി ഇളക്കി ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരേ ഒരു വിസിൽ അടച്ചു വയ്ക്കാം. ഒരേ ഒരു വിസിലേ വേണ്ടുള്ളൂ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കൊലുകൊലുന്നനെ നമ്മുടെ ജീര റൈസ്. അരി വല്ലാതെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റാണ് കേട്ടോ. വെള്ളം ഒന്നുമില്ല, കണ്ടോ, അടി പിടിച്ചിട്ടില്ല, പെർഫെക്റ്റാണ്. നല്ല ഇതാറുമ്പോഴൊക്കെ ഒന്നും കൂടി കൊലുന്നനെയും. നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടില്ലേ ജീര റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഇതാണ്. ഇപ്പം ഇതിൽ ഉപ്പ്, കുറച്ച് ചെറിയതായിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മസാല വല്ലാതെ ഇടരുത്, ഗരം മസാല, അതായത് പട്ട ഗ്രാമ്പൊന്നും. അപ്പോൾ വല്ലാതെ മസാല കുത്തു വരും. അത് ഇതാവരുത്. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുന്നിലേക്ക് നിൽക്കേണ്ടത്. എന്നാൽ ഇടും വേണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ നെയ്യിലാണ് ഇത് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി റൈസാണ്. ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറി ഒന്നും വേണ്ട. നല്ലൊരു റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്, അല്ലെങ്കിൽ എഗ്ഗ് റോസ്റ്റ്, ഇനി പച്ചക്കറി മാത്രം കഴിക്കണവരാണെങ്കിൽ സോയയുടെ കറികളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് മീനിൻ്റെ, വെജിറ്റബിളിൻ്റെ എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിന് വേറെ ഒഴിച്ചുകറി ഒന്നും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഞ്ചാണ്. അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാം. എല്ലാം
എളുപ്പത്തിൽ ഒരേ ഒരു വിസിലേ ഇതാക്കിയിട്ടുള്ളൂ. കറക്റ്റിന് ഓഫ് ചെയ്ത് വെക്കുക. അതിന് ശേഷം അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രം തുറക്കുക. നല്ല പെർഫെക്റ്റ് റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട്, മല്ലിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ജീര റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.